ഇറാന്റെ ആത്മീയ നേതാവായ ആയത്തുള്ള അലി ഖംനായിയുടെ മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത ലോക രാജ്യങ്ങൾ പങ്കെടുക്കുന്ന സമയത്ത് വ്യത്യസ്ത തരത്തിലുള്ള വിശുദ്ധ ഖുർആന്റെ സൂറത്ത് ഓതിയിട്ടാണ് അവരെ അഭിസംബോധന ചെയ്തത് അല്ലെങ്കിൽ അവരെ സ്വീകരിച്ചത് എന്നുള്ളത് ഇപ്പോൾ വളരെ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. ഓരോരോ രാജ്യത്തിൻ്റെയും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും അവസ്ഥകളും എങ്ങനെയാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ട് അതിന് സമാനമായിരിക്കുന്ന വിശുദ്ധ ഖുർആന്റെ സൂറത്തുകൾ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സൗദി അറേബ്യയും ഖത്തറും ഫലസ്തീനും തുർക്കിയും അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും അടക്കമുള്ള വ്യത്യസ്ത മുസ്ലിം രാജ്യങ്ങൾ എത്തുന്ന സമയത്ത് അവർ ഓരോരുത്തർക്കും വ്യത്യസ്ത തരത്തിലുള്ള സൂറത്തുകളും ആയത്തുകളും ഓതിക്കൊണ്ട് ഇറാൻ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ ഇങ്ങനെയൊക്കെ ഒരു സംഭവങ്ങൾ ഇതൊക്കെ ആദ്യമായിട്ടാണ്. അതിൽ സൗദി അറേബ്യ എത്തിയ സമയത്ത് ഓതപ്പെട്ട വിശുദ്ധ ഖുർആനും അതിനോടനുബന്ധിച്ചുള്ള ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം ഏറെ ചർച്ച ചെയ്യപ്പെടുന്നു. അതിപ്പോൾ വലിയ രീതിയിൽ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വിധേയമായിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ബദർ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഓതപ്പെട്ടത്. അതായത് ഹിജ്റ 2-ാം വർഷത്തിൽ റമദാനിലെ 17-ലാണ് ബദർ യുദ്ധം നടക്കുന്നത് മക്കയിൽ വെച്ച്. മുസ്ലിങ്ങൾ 313ഉം ഖുറൈശി വിഭാഗം 1000-ഓളം ആളുകൾ പങ്കെടുത്ത നേർക്കുനേരെ ഏറ്റുമുട്ടപ്പെട്ട ഈ യുദ്ധം മുസ്ലിങ്ങൾ വലിയ രീതിയിലുള്ള വിജയം നേടി എന്ന് മാത്രമല്ല, ചരിത്രത്തിൽ ഇസ്ലാമിക ചരിത്രത്തിൽ ബദർ യുദ്ധത്തിന് വലിയ രീതിയിലുള്ള പ്രസക്തിയുണ്ട്. ആ പ്രസക്തിയെ പരാമർശിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ ആലു ഇമ്രാൻ സൂറത്തിലെ 3-13 ആയത്തുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സൂറത്താണ് സൗദി അറേബ്യയുടെ പ്രതിനിധി സംഘം എത്തിയ സമയത്ത് ഇറാൻ പാരായണം ചെയ്തത്. അതിൻ്റെ ഭാഷാർത്ഥം നമ്മൾക്ക് നോക്കുന്ന സമയത്ത് ഇങ്ങനെയാണത് പറയാൻ വേണ്ടി സാധിക്കുന്നത്. അണിനിരന്ന് പരസ്പരം ഏറ്റുമുട്ടിയ ആ 2 വിഭാഗങ്ങളിൽ തീർച്ചയായും നിങ്ങൾക്കൊരു ദൃഷ്ടാന്തമുണ്ട്. ഒരു ഭാഗം സൃഷ്ടാവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നു, മറുവിഭാഗമാകട്ടെ സത്യനിഷേധികളുമാണ്. സത്യനിഷേധികൾ തങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണുമാറ് അവർ വിശ്വാസികൾ തങ്ങളുടെ ഇരട്ടി ഉണ്ടെന്നാണ് അവർക്ക് തോന്നിയിരുന്നത്. സൃഷ്ടാവ് താൻ ഉദ്ദേശിക്കുന്നവർക്ക് തൻ്റെ സഹായം നൽകി കരുത്തു പകരുന്നു. തീർച്ചയായും ഉൾക്കാഴ്ച ഉള്ളവർക്ക് അതിലൊരു പാഠമുണ്ട്. ഇതാണ് ഈ സൂറത്തിൻ്റെ അർത്ഥം. എണ്ണത്തിൽ വളരെ കുറവായിട്ടും ശത്രുവിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ച ഒരു മഹായുദ്ധത്തിൻ്റെ പേരാണ് ബദർ യുദ്ധം എന്ന് പറയുന്നത്. സൗദി പ്രതിനിധികൾ എത്തിയ സമയത്ത് ഈ വിശുദ്ധ ഖുർആന്റെ സൂറത്ത് ഓതിയതിൽ കൃത്യമായ രീതിയിൽ ഒരു രാഷ്ട്രീയ സന്ദേശമുണ്ട്. ഇറാൻ മുന്നോട്ട് വെക്കുന്ന കൃത്യമായിരിക്കുന്ന ശത്രുപക്ഷമാണ് ജൂതന്മാർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഇസ്രായേൽ എന്ന് പറയുന്നത്. അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നവരാണ് അമേരിക്ക എന്ന് പറയുന്നത്. എണ്ണത്തിൽ വളരെ കൂടുതലാണ്, ശക്തിയിൽ വളരെ കൂടുതലാണ്, ധൈര്യത്തിലും സമ്പത്തിലും വളരെ കൂടുതലാണ്. ന്യൂനപക്ഷങ്ങളായിരിക്കുന്ന ഒരു വിഭാഗമായിട്ട് അവരെ താരതമ്യം ചെയ്യുന്ന സമയത്ത് ഇറാനുള്ളൂ. എന്നിട്ടും അവർ അതിജീവിക്കുന്നു, അവർ വിജയിച്ചു കൊണ്ടിരിക്കുന്നു. അതിന് സമാനമായ രീതിയിൽ സൗദി അറേബ്യ ഏത് തരത്തിലാണ് അതിൽ പരാമർശിക്കപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. സൗദി അറേബ്യ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഇറാനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന രാജ്യമാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. പക്ഷേ ആ ഒരു പരാമർശത്തിൽ കൃത്യമായിരിക്കുന്ന രാഷ്ട്രീയമുണ്ട് എന്ന് വിലയിരുത്തുന്നു. വിശ്വാസത്തിൻ്റെ ശക്തിയും അതിൻ്റെ ധൈര്യവും എത്രത്തോളം ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഇറാൻ്റെ കൃത്യമായിരിക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാടായിട്ട് തീർച്ചയായിട്ടും ഇതിനെ വിലയിരുത്തുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം 2023 ഇറാനും സൗദി അറേബ്യയും തമ്മിൽ ചൈനയുടെ മധ്യസ്ഥതയിൽ പൂർണ്ണമായിരിക്കുന്ന ഒരു ഏകീകൃത സംവിധാനത്തിലേക്ക് വന്നത്. ഏകദേശം 4 പതിറ്റാണ്ടായി വലിയ ശത്രുതയിലാണ് സൗദി അറേബ്യയും ഇറാനുമായിട്ടുണ്ടായത്. അമേരിക്കയുമായി പഴയ ബന്ധം തെളിയിക്കുന്നതാണ് ഈ സന്ദർശനം എന്നുകൂടി പറയുന്നു. അതായത് അമേരിക്കയുമായിട്ടുള്ള പഴയ ബന്ധം ഇപ്പോൾ ഇല്ല, അത് ഇറാനുമായിട്ട് ബന്ധം തുടരാൻ താല്പര്യമുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു സന്ദർശനം കൂടിയായിട്ടാണ് ഇതിനെ വിലയിരുത്തുന്നത്. സാധാരണഗതിയിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു മരണവുമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുന്ന സമയത്ത് സൗദി അറേബ്യയുടെ ഒരു പ്രതിനിധിയൊക്കെ എത്തിയാൽ മതി, അത് രാജ്യത്തിൻ്റെ പ്രതിനിധി എന്ന തലത്തിൽ. പക്ഷേ അവർ സംഘമായിട്ട് വന്നു എന്നുള്ളത് വലിയ രീതിയിലുള്ള പ്രസക്തിയുണ്ട്. 4 പതിറ്റാണ്ടായിട്ട് യുദ്ധം എന്നൊക്കെ പറയുന്ന സമയത്ത് യഥാർത്ഥത്തിൽ കഅബ മന്ദിരം പിടിച്ചെടുക്കാൻ വേണ്ടി പോലും ഇറാനിലെ ഒരു സംഘം എത്തിയതും അവരുമായി ഏറ്റുമുട്ടിയതും വലിയ രീതിയിൽ കലുഷിതമായിരിക്കുന്ന സ്ഥിതി കാര്യങ്ങളൊക്കെ ഉണ്ടായതൊക്കെ വലിയ തരത്തിൽ ലോകം ചർച്ച ചെയ്തതാണ്. അങ്ങനെ ഒരു ശത്രുതാ രീതിയിലായിട്ട് ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ 2 പ്രാവശ്യമോ ഇറാന്റെ പ്രതിനിധികൾക്ക് ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വിസ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ പോലും സൗദി അറേബ്യ തടഞ്ഞ ഒരു കാലം ഉണ്ടായിരുന്നു. അത് ഇതിനോടനുബന്ധിച്ചാണ് വലിയ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്.
പിന്നീട് ഹൂത്തികളുമായിട്ട് ബന്ധപ്പെട്ട ലെബനാൻ്റെ ഈ യമൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് ഒന്നുകൂടി ശത്രുത രൂക്ഷമായി യമനെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഗവൺമെൻറ് സഹായിക്കാൻ വേണ്ടി ഹൂത്തികൾ എന്ന് പറയുന്ന ഷിയാ മിലിഷ്യ വിഭാഗത്തെ എതിർത്തുകൊണ്ട് സൗദി അറേബ്യ വന്നു. അതോടുകൂടി അതും മിലിഷ്യ 7 വർഷത്തോളം ആ യുദ്ധം നടന്നു. ആ യുദ്ധത്തിലും ആർക്കും വിജയവും ആർക്കും പരാജയവും ഉണ്ടാവാത്ത രീതിയിലാണ് യുദ്ധം അവസാനിച്ചത്. പക്ഷേ ശത്രുത വലിയ രീതിയിൽ ഇവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവിടെയാണ് 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേൽ ആക്രമിച്ചതോടനുബന്ധിച്ച് വല്ലാത്ത രീതിയിൽ രാഷ്ട്രീയ സാഹചര്യങ്ങളും അവസ്ഥകളും മാറുന്നു. ഈ ഒരവസ്ഥയിൽ അറേബ്യൻ രാജ്യങ്ങളോ അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങളോ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമില്ലാത്തൊരു സ്ഥിതി വരികയാണെങ്കിൽ അത് മിഡിൽ ഈസ്റ്റ് രാഷ്ട്രീയത്തെ സാരമായിട്ട് ബാധിക്കും എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ചൈനയും ഇറാനും തമ്മിൽ എല്ലാ കാലത്തും വലിയ രീതിയിലുള്ള ബന്ധമാണ്, സൗഹൃദ ബന്ധമാണ്. ഏറെക്കുറെ സൗദി അറേബ്യയുമായിട്ടും ബന്ധമുണ്ട്. ആ ബന്ധത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ ഒന്നിക്കുകയും ചെയ്തു. എന്നാൽ ഈ 2023 ഈ കരാറിൻ്റെ ഈ സംഭവങ്ങളൊക്കെ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പോലും 2025 റൂട്ട് മാറി. 2025 ഇസ്രായേൽ ഇറാൻ ആക്രമിക്കുന്നത്. അത് പിന്നെ തിരിച്ചടി ഉണ്ടായി. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു 13 ദിവസത്തോടു കൂടി ആ യുദ്ധം അവസാനിച്ചു, ശാന്തമായി. ക്ലിയർ. 2026 പിന്നീട് യുദ്ധത്തിൻ്റെ പാറ്റേൺ തന്നെ മാറി. ആ മാറിയതോടുകൂടി ഇവരെല്ലാം അതിൽ കക്ഷിയായിട്ട് വന്നു. ഓട്ടോമാറ്റിക്കായിട്ട് അറേബ്യൻ രാജ്യങ്ങൾ, സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ, ബഹ്റൈൻ, UAE, കുവൈറ്റ് എല്ലാ രാജ്യങ്ങളും ഏതെങ്കിലും തരത്തിൽ ഇറാൻ്റെ ആക്രമണത്തിന് വിധേയമായവരാണ്. അതിൻ്റെ കാര്യം എന്താ? ഈ മേഖലയിൽ നിന്നാണ് ഇവരെ അമേരിക്ക ഇറാൻ ആക്രമിക്കുന്നത്. അപ്പോൾ തിരിച്ചടി ഒരിക്കലും ഉണ്ടാവുമല്ലോ, എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ വലിയ രീതിയിൽ അകൽച്ചുണ്ട്. ഇപ്പോൾ തന്നെ ബഹ്റൈൻ, UAE, കുവൈറ്റ് 3 രാജ്യങ്ങളുടെ പ്രതിനിധികളും ഇപ്പോഴും പങ്കെടുത്തിട്ടില്ല. അവരാക്രമിച്ചു. നിരപരാധിയായിരിക്കുന്ന തങ്ങളുടെ രാജ്യത്തിന് നേരെ അതിശക്തമായിരിക്കുന്ന ആക്രമണം നടത്തി വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തങ്ങളുടെ രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ട് ഇറാൻ അധികാരമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്നു. അതുമാത്രമല്ല, ഫ്രാൻസ്, ബ്രിട്ടൻ, അമേരിക്ക ഇവരൊന്നും എത്തിയിട്ടില്ല. അങ്ങനെ കുറച്ച് രാജ്യങ്ങളുണ്ട്. പിന്നെ ഫിൻലാൻഡ് പോലെയുള്ള കുറച്ച് രാജ്യം, 13ഓളം രാജ്യങ്ങൾ ഇതിൽ പങ്കെടുക്കാതെ മാറി നിന്നതായിട്ടുള്ള പ്രഖ്യാപനം വന്നിട്ടുണ്ട്. യോജിക്കാവുന്ന മേഖലകളിലെല്ലാം അനീതിക്ക് മേൽ നീതി നേടിയ വിജയത്തോടൊപ്പം നിൽക്കുക എന്നുള്ളത് കാര്യപ്രസക്തമായിരിക്കുന്ന ഒരു വിഷയമായിട്ട് ഇപ്പോൾ സൗദി അറേബ്യ കണക്കാക്കുന്നു. അത് ബദർ യുദ്ധത്തെ പരാമർശിച്ചുകൊണ്ടാണ് പറയുന്നത്. അനീതിക്ക് മേൽ നീതി നേടിയ വിജയമായിരുന്നു ബദർ യുദ്ധം എന്ന് പറയുന്നത്. അതിൻ്റെ പരാമർശത്തിൻ്റെ ഭാഗത്ത് ഇങ്ങനെ പറയുന്നു: മറക്കാൻ കഴിയാത്തതും ചരിത്രത്തിൽ ചേർത്ത് വായിക്കേണ്ടതും ലോകാവസാനം വരെ നിലനിൽക്കുന്ന യാഥാർത്ഥ്യമായിരിക്കുന്ന സംഭവത്തിൻ്റെ ഭാഗമായി ഇസ്ലാമിക് എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം ലോകത്ത് കൊടി പാറിച്ചിരിക്കുന്ന ഒരു യുദ്ധത്തിൻ്റെ പേരാണ് ബദർ യുദ്ധം എന്ന് പറയുന്നത്. അതിൽ മുസ്ലിം പക്ഷത്ത് 313 വരെ പ്രവാചകരും അവരോടൊപ്പമുള്ള മുഹാജിറുകളും അൻസാരികളും ചേർന്നുകൊണ്ടുള്ള ഒരു സംഘം. ഖുറൈശി വിഭാഗത്തിൽ, അതായത് മക്കാപക്ഷത്ത് അബൂജഹലും അവരോടൊപ്പം 950 മുതൽ 1000 വരെ സൈനികരും. ഇവർ തമ്മിലാണ് യുദ്ധം നടക്കുന്നത്. യുദ്ധത്തിൽ അബൂജഹലിനെ കൊന്നു തള്ളി എന്ന് ബുഖാരി അടക്കമുള്ള ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. അബ്ദുള്ള ഇബ്നു മസൂദാണ് കൊലപ്പെടുത്തിയത് എന്ന് അതിൽ പരാമർശത്തിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു. വലിയ രീതിയിലുള്ള വിജയം ഉണ്ടായിരിക്കുന്ന ഒരു യുദ്ധമായിരുന്നു ബദർ യുദ്ധം. അത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയതാണ്. ബദരീങ്ങളുടെ ആണ്ട് നേർച്ചയും പരിപാടികളൊക്കെ നടത്തുന്നതൊക്കെ നമുക്കറിയാവുന്നതാണ്. ബദർ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്ത് എല്ലാ കാലത്തും ചർച്ച ചെയ്തു വരുന്ന വിഷയമാണ് എന്നുള്ളത്. ഇനി ലോകാവസാനത്തെക്കുറിച്ചുള്ള പരാമർശത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ഇതിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു. ജൂത വിഭാഗം അസ്തമിക്കുന്ന ഒരു കാലഘട്ടം, പാലസ്തീനികൾ ചിരിക്കാതെ ലോകം അവസാനിക്കില്ലെന്ന് പ്രവാചക സന്ദേശം പറയപ്പെട്ടതിൻ്റെ കാര്യപ്രസക്തമായിരിക്കുന്ന ഭാഗങ്ങളെല്ലാം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ ഏത് തരത്തിൽ മുന്നേറിയാലും, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം സംയുക്തമായ രീതിയിൽ എങ്ങനെയൊക്കെ മുന്നേറിയാലും അതിനൊരു എൻഡ് ഉണ്ടാവും. അവിടെ പാലസ്തീന് വിജയമാണ്. പാലസ്തീന് വിജയിക്കാത്ത രീതിയിലോ ചിരിക്കാത്ത രീതിയിലോ ലോകം അവസാനിക്കില്ല എന്ന് ചുരുക്കം. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള അറ്റാക്ക് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഇസ്രായേൽ ഉണ്ടാക്കുമെന്ന് പരസ്യമായിട്ട് പറയുകയും ആ മുന്നേറ്റത്തിന് വേണ്ടി വലിയ ശ്രമം നടത്തുകയും ആ ശ്രമത്തെ പ്രതിരോധിക്കുന്ന പ്രവൃത്തി ഇറാൻ ചെയ്യുകയും ചെയ്യുന്നു. അഥവാ ഇസ്രായേൽ എന്ന് പറയുന്ന സാമ്രാജ്യം പോലെ വിപുലമായിരിക്കുന്ന ഒരു സംവിധാനത്തോടു കൂടി ഈ പാലസ്തീൻ മുഴുവനായിട്ടും, അതോടൊപ്പം തന്നെ ലബനാന്, സിറിയ, ജോർദാന്, ഈജിപ്ത്, സൗദി അറേബ്യൻ്റെ സിംഹഭാഗം കൂടി ചേർത്തുകൊണ്ട് വിശാലമായിരിക്കുന്ന ഒരു ഇസ്രായേൽ സാമ്രാജ്യം സൃഷ്ടിക്കുക എന്നുള്ളത് തങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യമാണ് എന്നുള്ളതും ദൈവം എന്നെ അതിന് വിനിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതുമാണ് UN സഭയിൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ പറഞ്ഞത്. ഇത് രാഷ്ട്രീയമായിരിക്കുന്ന ഒരു റൂട്ടിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് അതിൻ്റേതായിരിക്കുന്ന പ്രയാസവും ബുദ്ധിമുട്ടും ഭാവിയിൽ മുസ്ലിം രാജ്യത്തിനുണ്ടാവും. തങ്ങൾ അത് തടയുകയാണ്.
എണ്ണത്തിൽ കുറവായിരിക്കാം, സൈനിക ബലത്തിൽ കുറവായിരിക്കാം, ശക്തിയിൽ കുറവായിരിക്കാം, പക്ഷേ വിശ്വാസത്തിൽ മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുന്ന ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെക്കുറിച്ചാണ്, അതിൻ്റെ സംവിധാനത്തെക്കുറിച്ചാണ്, അതിൻ്റെ യുദ്ധത്തിൻ്റെ തന്ത്രത്തെക്കുറിച്ചാണ്, അവരുടെ രീതി കാര്യത്തെക്കുറിച്ചാണ്. അത് ചർച്ച ചെയ്യാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം എന്ന് പറയുന്നത് വിശ്വാസം കൊണ്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നേരിടുന്ന കാര്യപ്രസക്തമായിരിക്കുന്ന ഒരു യുദ്ധമാണ് ഇറാനും അമേരിക്കയും അല്ലെങ്കിൽ ഇറാനും ഇസ്രായേലും ചെയ്യുന്നത് എന്നുകൂടി ഇതിൽ നിന്ന് വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു.